ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടേ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ലൈഫായെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന്. പക്ഷെ അത് അത്ര നല്ലതൊന്നും ആവില്ല കേട്ടോ. ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പുറത്ത് കാണുന്ന സന്തോഷങ്ങളും മാത്രമല്ല എന്ന് നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ട് മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കാറുള്ള കുറച്ച് നിമിഷങ്ങളാണ്. പക്ഷേ ഇതൊക്കെ വലിയൊരു പണിയായിട്ട് കാണുന്ന കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും കേട്ടോ. പണിയാണോ എന്ന് ചോദിച്ചാൽ പണി തന്നെയാണ്. ഷോപ്പിങ്ങിൽ പോലും സാധനങ്ങൾ വാങ്ങിക്കലും തിരിച്ചു കൊണ്ടുവന്ന് ഒതുക്കലും ആകെ മൊത്തം ഒരു 2-3 മണിക്കൂർ ജഗപൊകയായിട്ട് പോകും. പക്ഷേ ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ 3 പേരും ഒരുമിച്ചുണ്ടാവാറുള്ള വളരെ ചുരുക്കം നിമിഷങ്ങളിൽ ചിലതാണ് ഇതൊക്കെ. പിന്നെ ഇതുപോലെ പല പല നിറത്തിലുള്ള മിഠായികളും പുതുതായി ലോഞ്ച് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റുകൾ എടുക്കാനും കൂടി വേണ്ടി സമയമില്ലെങ്കിലും ഞാനിങ്ങോട്ടേക്ക് ഓടിക്കത് എത്താറുള്ളത്. ഓ, ചെറിയ കുട്ടിക്ക് ഈ വക മിഠായും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അതിന് വല്ല ഗ്രഹണി വരും എന്നുള്ള സ്ഥിരം പല്ലവി ഒന്ന് നിർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ കുട്ടി മാത്രം കഴിക്കണതല്ല, ആ കുട്ടിയുടെ അമ്മയും കൂടി തുല്യ പങ്ക് വെച്ചിട്ട് കഴിക്കണ സാധനങ്ങളാണ്. പിന്നെ നമുക്ക് അത്ര അധികം സാധനങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിക്കേണ്ടി വരാറില്ല. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇച്ചാപ്പിക്കുള്ള അല്ലറ ചില്ലറ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാറുള്ളൂ. പിന്നെ ബാക്കി വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് അമ്മ തന്നെ തന്നയക്കാറാണ് പതിവ്. പിന്നെ ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് രാത്രി 11 മണി വരെ തുറന്നു വെച്ചിരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു ഹെൽപ്പാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനില്ലെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പല പല കടകളിൽ പോയി എടുക്കേണ്ടി വരേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് വരാറ്. പക്ഷേ ആദ്യമായിട്ട് നെസ്റ്റോയിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസും ഓഫേഴ്സൊക്കെ കണ്ടിട്ട് ഞാൻ വളരെ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു ഓടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ കാണാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാ. ഗിരിയേട്ടൻ എന്തുട്ടാ ഗിരിയേട്ടൻ്റെ ഒരു സെറ്റപ്പ് കേട്ടിട്ടില്ലേ? അതന്നെ, കയറി വരുമ്പോൾ തന്നെ ചോക്ലേറ്റ്സിൻ്റെ ഒരു വൻ ശേഖരമാണ്. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ ചോക്ലേറ്റും ഉണ്ട്. ചോക്ലേറ്റ്സ് മാത്രമല്ല, മിഠായികളുണ്ടല്ലോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ കഴിക്കാറുള്ള എല്ലാ തരത്തിലുള്ള മിഠായികളും ഉണ്ട്. മിഠായികൾ മാത്രമല്ല കേട്ടോ, എല്ലാ തരം സാധനങ്ങളും പലതരം വെറൈറ്റീസിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പേസും ഉണ്ട്, ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ ഈ ജനത്തിരക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആകെ തലവേദനയായി തുടങ്ങി. ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ ആകെ ഒരു പൂരപ്പറമ്പിലേക്ക് കയറി വരുന്ന അവസ്ഥയായി. അന്ന് കണ്ടിട്ട് തിരിച്ചോടിയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് കയറാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമെങ്കിലും എടുത്തിട്ടുണ്ടെന്ന്. നെസ്റ്റോയിൽ വരുമ്പോഴാണ് ഇച്ചാപ്പിയെ ഞാൻ ഇത്ര ആക്റ്റീവായിട്ട് കാണാറുള്ളത്. കാരണം അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ പെറുക്കി ബാസ്ക്കറ്റിൽ വെക്കുക എന്നുള്ളത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണിയാണ്.